ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ ജിഷ മേരി. ഹോമിയോപ്പതി മരുന്നുകൾ കഴിക്കാൻ നല്ല മധുരമുള്ള മിഠായിപ്പൊട്ടുകൾ പോലെയാണ് നമുക്കൊക്കെ അറിയാമല്ലേ. കുട്ടികൾക്ക് പോലും ഇത് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. എന്നാലേ ഈ കുഞ്ഞു ഗുളികകൾ എങ്ങനെയാണ് നമ്മുടെ ശരീരത്തിൽ ഇത്ര അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കുന്നതും രോഗശാന്തി കൊണ്ടുവരുമെന്ന് നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? ഇതിന് യാതൊരു തരത്തിലുള്ള പാർശ്വഫലങ്ങളും ഇല്ലെന്ന് പറയുന്നുണ്ട്. അതിന് കാരണം എന്താണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അപ്പോൾ വരും മിനിറ്റുകളിൽ നമുക്കത് ലളിതമായിട്ട് മനസ്സിലാക്കാം കേട്ടോ. അതായത് ഹോമിയോപ്പതി മരുന്നുകൾ നിർമ്മിക്കുന്നത് പ്രകൃതിദത്തമായ സസ്യങ്ങളിൽ നിന്നും ധാതുക്കളിൽ നിന്നുമാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രക്രിയയാണ് പെട്ടൻഡൈസേഷൻ അല്ലെങ്കിൽ വീര്യവർദ്ധനവ്. അതായത് മരുന്നിൻ്റെ മൂലരൂപത്തെ ഘട്ടം ഘട്ടമായിട്ട് ഡൈല്യൂട്ട് ചെയ്യും, എന്നിട്ട് ശക്തമായിട്ട് കുലുക്കും. ആ ഒരു പ്രക്രിയയാണിത്. അതിലൂടെ കടന്നു പോകുമ്പോൾ മരുന്നിൻ്റെ ഭൗതികമായ രാസസാന്നിധ്യം കുറയുകയും എന്നാൽ അതിൻ്റെ രോഗശാന്തി നൽകാനുള്ള ഊർജ്ജം അതല്ലെങ്കിൽ മെഡിസിനൽ എനർജി വർദ്ധിക്കുകയും ചെയ്യും. ലളിതമായിട്ട് പറഞ്ഞാൽ ഇതൊരു എനർജി മെഡിസിൻ ആണ്. ഇനി ഇതെങ്ങനെ ശരീരത്തിൽ പ്രവർത്തിക്കുന്നതെന്ന് നോക്കാം. നമ്മുടെ ശരീരത്തിന് രോഗങ്ങളെ സ്വയം ചെറുക്കാനും സുഖപ്പെടുത്താനുമുള്ളൊരു സ്വാഭാവിക പ്രതിരോധ ശേഷിയുണ്ട്. ഇതിനെ നമ്മൾ വൈറ്റൽ ഫോഴ്സ് എന്ന് വിളിക്കുന്നു. നമ്മൾ ഇതുപോലെ മെഡിക്കേറ്റ് ചെയ്തിട്ടുള്ള ഹോമിയോ മരുന്നുകൾ നമ്മുടെ നാവിൽ വെച്ച് കഴിയുമ്പോൾ അത് നമ്മുടെ നാഡീവ്യൂഹത്തെ ഉത്തേജിപ്പിക്കുകയും ഈ പ്രതിരോധ ശേഷി വളർത്തുകയും ചെയ്യുന്നു. അതായത് ഹോമിയോ മരുന്നുകൾ നേരിട്ട് പോയിട്ട് രോഗാണുക്കളെ കൊല്ലുകയല്ല ചെയ്യുന്നത്, പകരം എന്ത് ചെയ്യും? അത് നമ്മുടെ ശരീരത്തിൻ്റെ സ്വന്തം പ്രതിരോധ ശേഷിയെ, ഇമ്മ്യൂണിറ്റി പവറിനെ ഉണർത്തിയിട്ട് ശരീരം തന്നെ രോഗത്തെ സ്വാഭാവികമായിട്ട് മാറ്റിയെടുക്കാൻ സഹായിക്കുന്ന ഒരു പ്രക്രിയയാണ് ഇത്. അപ്പോൾ ചുരുക്കത്തിൽ ശരീരത്തെ ദ്രോഹിക്കാതെ സ്വാഭാവികമായിട്ട് രോഗശാന്തി നൽകുന്ന ഏറ്റവും ലളിതവും എന്നാൽ ശാസ്ത്രീയവുമായ ചികിത്സാ രീതിയാണ് ഹോമിയോപ്പതി. അപ്പോൾ മനസ്സിലായല്ലോ. ഇതുപോലെയുള്ള ഈ ഡൈല്യൂട്ടഡ് മെഡിസിൻസ്, അതായത് പ്രിപ്പയർഡ് മെഡിസിൻസ്, എനർജി റിലീസ് ചെയ്തിട്ടുള്ള മെഡിസിനൽ കണ്ടൻസിനെ നമ്മൾ ഇതുപോലെ മെഡിക്കേറ്റ് ചെയ്യും. ഇതുപോലെയുള്ള കുഞ്ഞു ഗുളികകളിലേക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന പൊടിയിലേക്ക് അല്ലെങ്കിൽ ടാബ്ലറ്റിലേക്ക് നമ്മൾ മെഡിക്കേറ്റ് ചെയ്യും. ആ മെഡിക്കേറ്റ് ചെയ്ത മരുന്നുകളാണ് നിങ്ങൾക്ക് നൽകുന്നത്. അപ്പം നാവിൽ വെച്ച് കഴിയുമ്പം നാവിൽ നിന്നാണ് മരുന്നുകൾ ആക്ട് ചെയ്യാൻ തുടങ്ങുന്നത്. പിന്നെ മരുന്നുകൾ വളരെ ലളിതമായതുകൊണ്ടാണ് ഭക്ഷണത്തിന് മുൻപ് കഴിക്കണം എന്ന് കൃത്യമായിട്ട് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഹോമിയോ മരുന്നുകളുടെ പ്രവർത്തനം ഏറെക്കുറെ മനസ്സിലായല്ലോ. ഇനി വിഷയത്തിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു ആരോഗ്യ സംബന്ധമായ വീഡിയോയിൽ കണ്ടുമുട്ടുന്നവരെ സൈനിങ് ഓഫ് ഡോക്ടർ ജിഷ മേരി.